വിസ്മയത, ഞാനാണ് വിസ്മയനീയത, എന്റെ അനന്തജ്ഞാനത്തിന്റെ വിസ്മയം. ആ വിസ്മയനീയത നിങ്ങളുടെ അറിവ് കൊണ്ടോ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ മനസ്സിലാവുകയില്ല. ആ ജ്ഞാനം ഞാൻ നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. ആ ജ്ഞാനത്താലേ അത് മനസ്സിലാവും. എന്റെ വിസ്മയനീയത, അതാണ് എന്റെ വിസ്മയനീയത. ആ വിസ്മയനീയത നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ വിശദീകരിക്കപ്പെടും. നിങ്ങൾ ബലമുള്ളവരാകും. എന്റെ ജനമേ, നിങ്ങൾ എന്റെ ജനമാണ്, നിങ്ങൾ എന്റെ ജനമാണ്. ഇത് വിശ്വസിക്കുകയും നിങ്ങൾ അനുഗ്രഹീതരാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇത് വിശ്വസിക്കുകയും. ആമേൻ, ആമേൻ. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് ഹൃദയവേദനയുള്ള ആരെ കർത്താവ് സൗഖ്യം കൊടുക്കും. Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. Hallelujah. ഒരു നിമിഷം നമ്മളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. Thank you, Lord. Praise you, Lord. Praise you, Jesus. Amen. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2636 ഖണ്ഡികയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോണത്. 2636. എടുത്തോ എല്ലാവരും, വായിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം മധ്യസ്ഥ പ്രാർത്ഥന എന്നതിനെക്കുറിച്ചാണ്, അല്ലേ? ക്രൈസ്തവരുടെ മാധ്യസ്ഥം അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്താണ്, അത് ആദിമസഭയിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം. അപ്പോൾ 2636 ഖണ്ഡിക ഞാൻ വായിക്കാൻ പോവാണ്. ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഈ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു. അപ്പോൾ ആഴത്തിൽ അനുഭവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ഈ കൂട്ടായ്മ? അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അല്ലെങ്കിൽ അവർ ഓരോ ഭവനങ്ങളിലും സമ്മേളിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ്? അപ്പം അന്ന് അപ്പം ഞാൻ അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 5-ാമത്തെ ഒരു വചനം, 5-ാമത്തെ ആ വചനത്തെ ഞാൻ വായിക്കാം. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിലായി. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അതിന് മുമ്പത്തെ കാര്യമൊക്കെ അല്ലേ? യാക്കോബിനെ വധിച്ചതിന് ശേഷം ഹെറോദോസ് പൗലോസിനെയും കൂടി പത്രോസിനെയും കൂടി ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി വധിക്കാൻ, അല്ലേ? അങ്ങനെ ഉള്ളൊരു സംവിധാനത്തിലേക്ക് ഹെറോദോസ് നീങ്ങുന്ന നിമിഷമാണ്. അപ്പോൾ അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിലായി. സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഈ പഠന ബൈബിൾ ഉള്ളവർ ശ്രദ്ധിച്ചോ. അതിൻ്റെ ഈ 12:5 ഫുട്നോട്ടിൽ എഴുതിയിരിക്കണ കണ്ടോ? സഭയുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് പത്രോസ് ജയിലിൽ നിന്ന് മോചിതനായത്, അല്ലേ? പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഞാൻ വായിക്കട്ടെ. ആദിമ സഭ മതപീഡനങ്ങളെ നേരിട്ടത് പ്രാർത്ഥനയിലൂടെ ആയിരുന്നു. മനസ്സിലായോ? ആദിമസഭ മതപീഡനങ്ങളെ നേരിട്ടത് എങ്ങനെയായിരുന്നു? പ്രാർത്ഥനയിലൂടെയായിരുന്നു.
ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും കാണുന്ന ഒരു, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? പ്ലക്കാർഡുകളും പിന്നെ എന്താണ് അല്ലേ, ബാനറുകളും, ഒരു പ്രകടനമാണ്. മനസ്സിലായോ? എന്താണ്? പിന്നെ ഇവിടെ എറണാകുളത്താണെങ്കിൽ നമ്മുടെ ഹൈക്കോടതി, ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ ഹൈക്കോടതിയുടെ മുമ്പിൽ തന്നെ വഞ്ചി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സമ്മേളന, ഒരു ചെറിയൊരു പ്രസംഗ അല്ലേ, ഒരു ചെറിയ ഇത് ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. വഞ്ചി സ്ക്വയർ പോലെ അല്ല, ഒരു വഞ്ചി ഇതുപോലെയാണ് രൂപത്തിലാണ്. അപ്പോൾ അവിടെയാണ് എന്ത്, അനീതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയാണ് സമ്മേളിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസികളായ ആളുകളെല്ലാം. അത് തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറയണേ, അത് തെറ്റാണെന്നല്ല, നിങ്ങളാരും ഇത് കേൾക്കുന്നവരാരും തെറ്റിദ്ധരിക്കരുത്, അത് തെറ്റാണെന്നല്ല. പക്ഷെ ഇവിടെ വചനം നമ്മുടെ അടുത്ത് എന്താ പറയണേ? ആദിമസഭ മതപീഡനങ്ങളെ അല്ലേ, മതപീഡനങ്ങളെ മാത്രമല്ല, അന്നുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള പീഡനങ്ങളെയും എങ്ങനെയാണ് നേരിട്ടതെന്നാ പറയണേ? പ്രാർത്ഥനയിലൂടെയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ എന്തിനെ നേരിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിസമ്മതിക്കുന്നു, അതിനെ നിരസിക്കുന്നു. എന്തിനെ? പീഡനങ്ങളെ. അത് നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്ക് ലഭിക്കുന്നതാകാം, നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാകാം, നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാകാം, നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്നല്ലേ, നമ്മുടെ അയൽവാസികളിൽ നിന്നോ നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നോ ഒക്കെ ലഭിക്കുന്നതാകാം. അപ്പോൾ ഈ പീഡനങ്ങളെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ, അനീതികളെ ഒന്നും എങ്ങനെ നമ്മൾ നേരിടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥനയിലൂടെ നേരിടാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ പ്രതികരിക്കുന്നു. അപ്പോൾ ക്രൈസ്തവരുടെ, ആദിമസഭയിലുണ്ടായിരുന്ന ക്രൈസ്തവരുടെ ആ മനോഭാവം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നെയും നമ്മളെ അല്ലേ, നമ്മൾ ഓരോരുത്തരെയും, ഞാനും എന്നെയും കൂട്ടിച്ചേർത്തിട്ടാണ് ഞാനത് പറയണേ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെപ്പോഴും പ്രതികരിക്കുകയാണ്, അനീതി കാണുമ്പോൾ പ്രതികരിക്കുക. യേശു എപ്പോഴെങ്കിലും അനീതി കണ്ടപ്പോൾ പ്രതികരിച്ചോ? അപ്പോൾ ഉടനെ വരണ കാര്യം ഇതാണ്, ഈശോ ചാട്ടവാറെടുത്തില്ലേ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ദേവാലയത്തിൽ നിന്ന് എല്ലാവരും അടിച്ച് പുറത്താക്കിയില്ലേ? അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? സഭ ആ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല, നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ നമ്മളുടെ തിന്മകൾ കണ്ടിട്ട്, നമ്മളിലുള്ള തിന്മകൾ കണ്ടിട്ട് ഈശോ നമ്മുടെ അടുത്ത് പ്രതികാരം ചെയ്തോ? നമ്മളിങ്ങനെ ചിന്തിക്കൂ. മനസ്സിലായോ? പ്രതികാരം ചെയ്തോ? എന്തു ചെയ്തു ഈശോ? നമ്മുടെ അടുത്ത് പ്രതികാരം ചെയ്തോ? അതോ ഈശോ അവൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി അവൻ നമ്മളെ രക്ഷിച്ചോ? എന്താ ഉണ്ടായത്? നമുക്ക് മറ്റുള്ളവരുടെ അനീതി കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വിഷയത്തിൽ നമുക്ക് കുറവ് കാണുമ്പോൾ നമുക്ക് എന്ത് വരും? നമുക്കത് ഇഷ്ടപ്പെടില്ല. അത് നമ്മൾ ശരിയാണ്, അവർ ചെയ്ത തെറ്റായിരിക്കും, നമ്മുടെ അടുത്തായിരിക്കും 101% ന്യായമുള്ളത്. പക്ഷെ അപ്പോൾ എന്നിരുന്നാലും നമ്മൾ അവിടെ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതും എന്നൊക്കെയുള്ളത് ആദിമസഭയിലെ വിശ്വാസികൾ, സമൂഹം നമ്മളെ കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് മതപീഡനങ്ങളെ അവർ നേരിട്ടത് എങ്ങനെയാണെന്ന്? പ്രാർത്ഥനയിലൂടെയായിരുന്നു. മനസ്സിലാവുണ്ടോ? ഞാനിതിപ്പോൾ ഇതൊന്നും പറയാനല്ല സത്യത്തിൽ, ഇതൊക്കെ എൻ്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിക്കണില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണത്. ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഈ കൂട്ടായ്മയെ ആഴത്തിൽ അനുഭവിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് എങ്ങനെയാണ്, ഈ വാക്കിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഈ കൂട്ടായ്മ, ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഈ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു. ഇതിനെങ്ങനെ നമ്മൾ ഈ വാക്കിനെ ആഴത്തിൽ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതിനെ മനസ്സിലാക്കണേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ചിന്തിക്കാൻ പറ്റും? ഇതെങ്ങനെ നമുക്ക് മനസ്സിലാകും? ഈ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, ഈ ആഴത്തിൽ അനുഭവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറ്റ വചനഭാഗത്തെയാണ് ഈ 12:5 പഠന ബൈബിളിൽ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗം ഫുട്നോട്ടിൽ എന്തെന്നാണ്? ആദിമസഭ മതപീഡനങ്ങളെ നേരിട്ടത്
എങ്ങനെയായിരുന്നു? പ്രാർത്ഥനയിലൂടെയായിരുന്നു. അപ്പം ഇതാണ് ശരിക്കും ആ അല്ലേ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു. ഈ കൂട്ടായ്മ ഇങ്ങനെയാണ് അതിനെ പറയാൻ പറ്റുക, വേറെ എങ്ങനെ അതിനെ പറയാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ അല്ലെങ്കിൽ സഭയിലെ വിശ്വാസി സമൂഹങ്ങൾ ഈ കൂട്ടായ്മ, അവരുടെ സമ്മേളനങ്ങൾ, അവർ കൂടിയിരുന്ന ആ അവസ്ഥയിലുണ്ടായിരുന്ന മതപീഡനങ്ങളെയും വ്യക്തിപരമായ അവരുടെ എതിർപ്പുകളും എല്ലാ അവസ്ഥകളെയും അവർ നേരിട്ടത് എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെയായിരുന്നു. ഞാനിത് പലവട്ടം പറയുകയാണ്. നമുക്കിതിന്ന് നഷ്ടപ്പെട്ടു പോയി, എനിക്കടക്കമുള്ള ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മളതിനെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കണമില്ല. മനസ്സിലാവുണ്ടോ? ഇത് വലിയൊരു വിഷയമാണ്, ഒരു വെല്ലുവിളിയുമാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഞാനൊരിക്കൽ കൂടി ആ ആദ്യത്തെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആ 2636 ഖണ്ഡികയുടെ ആദ്യത്തെ സെൻറ്റൻസ് മാത്രമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഈ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു. എന്നിട്ട് അതിൻ്റെ 116 നമ്പർ ഇട്ടിട്ട് അതിൻ്റെ കോട്ട് ഈ 12:5 അപ്പസ്തോല പ്രവർത്തനം 12:5 കൊടുത്തിരിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അവിടെ പഠന ബൈബിളിൽ നമ്മൾ അതിൻ്റെ ഫുട് നോട്ടിലാണ് ഇവിടെ അതിൻ്റെ ആ അന്തസത്ത നമുക്ക് മനസ്സിലാവണത്. ഈ വചനഭാഗത്തിൻ്റെ അന്തസത്ത എന്താണ് മനസ്സിലായത്? ഞാൻ ഒരിക്കൽ കൂടി പറയണതാണ്, ആദിമസഭ ഇതെല്ലാം നേരിട്ടത്, ഈ പീഡനങ്ങളെല്ലാം നേരിട്ടത് പ്രാർത്ഥനയിലൂടെയായിരുന്നു. അപ്പം ഇതെപ്പോഴും നമുക്കറിയില്ല ഇതിങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. പക്ഷെ അതിന് നമ്മൾ അതിന് നിന്ന് കൊടുക്കണം. മനസ്സിലായോ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കത്തോലിക്ക സഭയുടെ ഖണ്ഡിക ഞാൻ തുടർന്ന് വായിക്കണേണ്. പൗലോസ് അപ്പസ്തോലൻ സുവിശേഷം പ്രസംഗിക്കുക എന്ന തൻ്റെ ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ അവരെയും പങ്കാളികളാക്കി. കണ്ടോ? അപ്പോൾ അവരെയും പങ്കാളികളാക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ 117 നമ്പർ ഇട്ടിട്ട് അവിടെ ഏതൊക്കെയാണ് ഫുട് നോട്ടിൽ CCCയിൽ വചനഭാഗങ്ങൾ കൊടുത്തിരിക്കണേന്ന് നോക്കി നിങ്ങൾ. 117 നോക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ തീർന്നില്ല. ഈ 116 എന്നുള്ളതിൽ 12:5 മാത്രമേ വായിച്ചുള്ളൂ. 20:36, 21 5-ാമത്തെ വചനം, 2 കൊരിന്തോസ് 9:14 ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഓടിച്ച് വായിക്കട്ടെ. ഇത് നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് വായിച്ചില്ലേ? ഏതാണ്? ആദിമ ക്രൈസ്തവ സഭ സമൂഹങ്ങൾ ഈ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 5-ാമത്തെ വചനം മാത്രമേ വായിച്ചുള്ളൂ. പിന്നെ അതിൽ തന്നെ കൊടുത്തിരിക്കുന്ന കോട്ടാണ് 20-ാം അധ്യായം അല്ലേ? അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 20:36 എന്ന് വായിക്കട്ടെ ഞാൻ. ഇത് പറഞ്ഞതിന് ശേഷം അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. ഇതെല്ലാം സഭയുടെ ജീവിതത്തിലെ ആദിമ സഭാ ജീവിതത്തിലെ എന്താണ് അക്കാലത്ത് അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. അവരെല്ലാവരും, ഞാൻ ആ 37 കൂടി വായിക്കണുണ്ടോ, അതിൻ്റെ അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്ത് ഗാഢമായി ചുംബിച്ചു. കാരണം പൗലോസ് പറഞ്ഞു, ഇനിമേൽ എൻ്റെ മുഖം നിങ്ങൾ ദർശിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം അവൻ ജെറുസലേമിലേക്ക് പോവുകയാണ് മരിക്കാൻ വേണ്ടി ഇതിന് ശേഷം. മനസ്സിലാവുണ്ടോ? ഭാഗങ്ങളിലേക്കാണ് പിന്നീട് പറഞ്ഞത്. ആ സീനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവർ പ്രാർത്ഥിക്കണേണ്. മനസ്സിലായി? ഇതൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അതിൻ്റെ അന്തസത്തെ എടുത്ത് കാണിക്കുകയാണ് നമ്മളെ. അപ്പോൾ പൗലോസ് അപ്പസ്തോലൻ സുവിശേഷം പ്രസംഗിക്കുക. നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിലാണല്ലേ. സോറി. പിന്നെ എന്താണ് 20:36 കഴിഞ്ഞിട്ട് 21-ാം അധ്യായം 21-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം എന്താ പറയണേ? 5-ാമത്തെ വചനം എന്താ പറയണേ?
അവിടുത്തെ താമസം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവരെല്ലാവരും നഗരത്തിന് വെളിയിൽ വരെ ഞങ്ങളെ അനുയാത്ര ചെയ്തു. സമുദ്രതീരത്ത് മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വിടവാങ്ങുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കൊറിന്തോസ് 9:14, 2 കൊറിന്തോസ് 9:14, 2 കൊറിന്തോസ് 9:14. മാത്രമല്ല നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇനി നമുക്ക് CCCയുടെ അടുത്ത സെൻറ്റൻസിലേക്ക് വരാം. അപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ വായിച്ച വചനഭാഗങ്ങളെല്ലാം ആദ്യത്തെ സെൻറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഈ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് 116 എന്ന് പറഞ്ഞൊരു നമ്പർ ആ സെൻറ്റൻസിന് തൊട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ എങ്ങനെയാണത് എടുക്കണതും അത് മനസ്സിലാക്കണതെന്നും അറിയാൻ പാടില്ല എങ്കിൽ പിന്നെ എല്ലാവർക്കും അത് ഇതിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് പുതിയതായിട്ട് വന്നവർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളവർ വിഷമിക്കണ്ട, അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്തായാലും തൽക്കാലം ഇതിപ്പോൾ ഞാൻ പറയണത് അവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇത് എടുത്തോ, കിട്ടിയോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഈ 2636 പുതിയ ആൾക്കാർക്ക് കിട്ടിയോ? പഴയ ആൾക്കാരുടെ കാര്യമല്ല, പുതിയ ആൾക്കാർക്ക് കിട്ടിയല്ലോ അല്ലേ? ആ, ഓക്കെ. ഈ ഷൈനിക്ക് കിട്ടിയോ? ഷൈനിക്ക് കിട്ടിയോ? ഷൈനി ഉണ്ടോ ഇതിൽ? ഞാൻ പേരെടുത്ത് ചോദിക്കണത് അത് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഇതായി പോരുതേ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. മറുപടി തരുന്നില്ല. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്ത സെൻറ്റൻസ് വായിക്കട്ടെ. പൗലോസ് അപ്പസ്തോലൻ സുവിശേഷം പ്രസംഗിക്കുക എന്ന തൻ്റെ ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ അവരെയും പങ്കാളികളാക്കി. അപ്പോൾ അവരെയും കണ്ടോ, പൗലോസ് അപ്പസ്തോലൻ തനിക്ക് വ്യക്തിപരമായി കർത്താവ് അല്ലേ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് കർത്താവ് വിളിച്ചിരിക്കുന്നു. ആ സുവിശേഷ പ്രഘോഷണത്തിൽ മറ്റുള്ളവരെയും പൗലോസ് അപ്പസ്തോലൻ പങ്കാളികളാക്കി. അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത വചനഭാഗങ്ങളിൽ പറയണം. അപ്പോൾ 117 എന്ന് പറയുമ്പോൾ എഫേസോസ് 6-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. എഫേസോസ് 6-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. അവിടെ ഹെഡ്ലൈൻ കണ്ടോ നിങ്ങൾ? ഹെഡ്ലൈൻ കണ്ടോ? അതിൻ്റെ തലക്കെട്ട് കണ്ടോ? നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം, വിശ്രമമില്ലാതെ അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായി തുറക്കും, അതായത് വിശുദ്ധർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് എന്നാണ് അർത്ഥം കേട്ടോ. എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കണ്ടോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് കണ്ടോ. അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ സുവിശേഷവൽക്കരണത്തിൽ അവൻ മറ്റുള്ളവരെയും പങ്കാളികളാക്കിയത്. എങ്ങനെയാണ്? നിങ്ങളും എനിക്ക് എൻ്റെ ഈ സുവിശേഷവൽക്കരണത്തിൽ അല്ലേ നിങ്ങളും പങ്കാളികളാകണത് എങ്ങനെയാണ്? നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ സുവിശേഷം ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെടണം, പ്രഘോഷിക്കപ്പെടണം. എന്നിട്ട് പിന്നെ 20-ാമത്തെ വചനമാണ്, സുവിശേഷത്തിൻ്റെ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം ഇങ്ങനെയാണ് അവൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്ന തൻ്റെ ദൗത്യ നിർവഹണത്തിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കിയത് പൗലോസ് അപ്പോസ്തലൻ. എങ്ങനെയാണ്? നിങ്ങളും എൻ്റെ ഈ പ്രവർത്തികൾക്ക് വേണ്ടി, ഈ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ഈ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. മനസ്സിലായി? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാണ്, അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണ്ടോ? അവരോട് പ്രാർത്ഥന ആവശ്യപ്പെടുക മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ അവരുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല, പിന്നെയോ അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നതാണ്.
അപ്പോൾ ഇവിടെ കൊളോസോസ് 4-ാം അധ്യായം 3, 4 വചനങ്ങളും, 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 25-ാമത്തെ വചനം, അതൊന്നും ഞാൻ വായിച്ചില്ല, അതൊക്കെ കൂടി ഞാനൊന്ന് ഓടിച്ചു വായിക്കാം. അവൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ മറ്റുള്ളവരെയും പങ്കാളികളാക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൊളോസോസ് 4-ാം അധ്യായം 3, 4 വചനങ്ങൾ. ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്തം അനുസരിച്ച് ആ രഹസ്യം ഞാൻ പ്രസ്പഷ്ടമാക്കാൻ ഇടയാകുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കണ്ടോ? അപ്പോൾ ശുശ്രൂഷയ്ക്ക് ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. മനസ്സിലായോ? സുവിശേഷ പ്രഘോഷണത്തിന് ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്നിപ്പോൾ സുവിശേഷം പ്രഘോഷിക്കണത് അതിൽ തന്നെ അഭിഷേകമായി തീരുന്നത് ശരിക്ക് മറ്റുള്ളവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. ആ വേലയ്ക്ക് വേണ്ടി, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ആദിമസഭയിൽ ഇതൊക്കെ ഇങ്ങനെയായിരുന്നു. ആദ്യ കാലഘട്ടത്തെ ശുശ്രൂഷകളും അവരുടെ സുവിശേഷ പ്രഘോഷണങ്ങളും അവരുടെ ആധ്യാത്മിക ജീവിതങ്ങളും അവരുടെ സമ്മേളനങ്ങളുമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 തെസ്സലോനിക്ക 5:25, 1 തെസ്സലോനിക്ക 5:25, 1 തെസ്സലോനിക്ക 5:25. അഞ്ചാം അധ്യായം 25-ാമത്തെ വചനം. സഹോദരരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പിന്നെ അടുത്ത സെൻറ്റൻസിലേക്ക് പോകാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച സെൻറ്റൻസിൻ്റെ ആ വചനക്കോട്ടുകൾ പൂർത്തിയായി. ഏതൊക്കെയായിരുന്നു? പൗലോസ് അപ്പസ്തോലൻ സുവിശേഷം പ്രസംഗിക്കുക എന്ന തൻ്റെ ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ അവരെയും പങ്കാളികളാക്കി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എന്താണ് എഫേസോസ് 6-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളും, കൊളോസോസ് 4-ാം അധ്യായത്തിൽ 3, 4 വചനങ്ങളും, 1 തെസ്സലോനിക്ക 5-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനങ്ങളും നമ്മൾ വായിച്ചു. ഇതിപ്പോൾ ആ വചനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓടിച്ചു വായിച്ചതാണ്. എന്നിരുന്നാലും നിങ്ങളത് പിന്നീട് ഒക്കെ നോക്കണം കേട്ടോ. ഇനി അടുത്ത CCCയിലെ അടുത്ത സെൻറ്റൻസ് നമ്മൾ വായിച്ചു, അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്തു അല്ലേ? അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്തു. അപ്പോൾ അത് 118-ാമത്തെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ 2 തെസ്സലോനിക്ക 1-ാം അധ്യായം 11-ാമത്തെ വചനം. 2 തെസ്സലോനിക്ക 1-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ എന്താണ് പറയണേ? കണ്ടോ? നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി പരിഗണിക്കുന്നതിനും നിങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും തൻ്റെ ശക്തിയാൽ പൂർത്തിയാക്കുന്നതിനുമായി ഞങ്ങൾ സദാ പ്രാർത്ഥിക്കുന്നു. വലിയ അർത്ഥമാണ് ഈ വചനങ്ങൾക്കെല്ലാം. മനസ്സിലായോ? പൂർത്തിയാക്കുന്നതിനുമായി ഞങ്ങൾ സദാ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ തൻ്റെ ശക്തിയാൽ പൂർത്തീകരിക്കുന്നതിനുമായി. കണ്ടോ? നമ്മുടെ ശക്തി കൊണ്ടല്ല സുവിശേഷവൽക്കരണത്തിൻ്റെ പ്രചരണം നമ്മൾ നടത്തണേ. ആരുടെ ശക്തിയാണ്? തൻ്റെ ശക്തിയാൽ പൂർത്തീകരിക്കുന്നതിനുമായി. മനസ്സിലായി? പരിശുദ്ധാത്മാവാണ് അതിൻ്റെ മുഖ്യ കാര്യസ്ഥൻ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയും നമ്മൾ പിന്നെ ഏതാണ്? കൊളോസോസ് 1:3. ആ വചനം ഞാൻ പെട്ടെന്ന് അടുത്തതിലേക്ക് പോകാൻ മറന്നു പോകണം. കൊളോസോസ് 1-ാം അധ്യായം 3-ാമത്തെ വചനം. അതെന്താ എഴുതിയേക്കണം? അപ്പോൾ അവിടെ കൃതജ്ഞതയും പ്രാർത്ഥനയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിനാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയും. അപ്പോൾ പൗലോസ് അപ്പസ്തോലൻ അവരുടെ പ്രാർത്ഥന ആവശ്യപ്പെടുക മാത്രമല്ല, പൗലോസ് അപ്പസ്തോലൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വചനഭാഗങ്ങളെയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കണത് കേട്ടോ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം. ഇല്ലേ? 3 ഇനി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം,
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-4 വചനങ്ങൾ. ഞാൻ നിങ്ങളെ ഓർമ്മിക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എപ്പോഴും എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ യാചിക്കുന്നു. ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയും സുവിശേഷ പ്രചരണത്തിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അത്രയുമാണ് 118 വരെയുള്ള ആ നമ്പറുകളിലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ആദ്യം തൊട്ടൊന്ന് വായിക്കട്ടെ. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2636 ഖണ്ഡിക. ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഈ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു. പൗലോസ് അപ്പസ്തോലൻ സുവിശേഷം പ്രസംഗിക്കുക എന്ന തൻ്റെ ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ അവരെയും പങ്കാളികളാക്കി അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനിയാണ് മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ ഈ ഖണ്ഡിക നമ്മളെ കൊണ്ടുപോവുകയാണ്. എന്തെന്നാണത്? ക്രൈസ്തവരുടെ മാധ്യസ്ഥത്തിന് അതിരുകളില്ല. ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നിങ്ങളെല്ലാവരും ഇതെടുത്തേ, മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതൊന്ന് എടുത്തേ. പഠന ബൈബിളുള്ളവർ പഠന ബൈബിളിൽ നിന്ന് തന്നെ എടുക്ക്. എന്തെന്നാണ്? മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം. അപ്പം ഇതാണ് നമ്മുടെ വിഷയം. എന്തെന്നാണ്? ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല. ഉണ്ടോ? തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ഇതാണ് കേട്ടോ. ഒരു ഭൗതികമായ അതിരുകളില്ല. ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല എന്നതിൻ്റെ ഒരു ഭൗതികമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ സുവിശേഷ ഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ വീണ്ടും എത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതി പരന്നു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്ത്. കണ്ടോ? അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്ത്. ശരിക്ക് ഇതെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയുടെ, അതായത് ആദിമസഭയിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ സമ്മേളിച്ചിരുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു മുൻ അവതരണമാണ് ശരിക്ക് ഇതെന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. ആദിമസഭയിൽ വരാനിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളുടെ എല്ലാം ഒരു മുൻ അവതരണമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ എടുക്കാവുന്നതാണ്. മനസ്സിലായി? എന്തെന്നാണ് പറഞ്ഞത്? അപ്പോൾ 4 പേർ കണ്ടോ? അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്ത് അവൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിയാതെ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കുര പൊളിച്ച്. കണ്ടോ? അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ എന്ന് വെച്ചാൽ അവൻ ഇരുന്ന സ്ഥലം ഏതാണ്? ഒരു ഭവനമാണ്. അപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽക്കുര പൊളിച്ച് ഈ തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. ഇതിനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെല്ലാം ഇതിനെ വ്യാഖ്യാനിക്കണത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണോ അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നോ എന്ന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ട്. അവരെല്ലാം ഈ വചനഭാഗത്തെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്. അവരെന്ത് പണിയാണ് ഈ കാണിച്ചതെന്ന് ചോദിക്കണം. ഒരു വീടിൻ്റെ മേൽക്കൂരയൊക്കെ പൊളിക്കണമെന്ന് പറഞ്ഞാൽ പോലീസ് കേസാവില്ലേ? അറസ്റ്റ് ചെയ്യപ്പെടില്ലേ? സ്വാഭാവികമായിട്ടുള്ളൊരു രീതിയിൽ മാർപ്പാപ്പ പറയാണ്. മനസ്സിലായോ? കേസെടുക്കില്ലേ? മനസ്സിലായോ? എന്ത് പണിയാണ് അവർ കാണിച്ചത്? എന്ത് ധൈര്യത്തിലാണ് അവർ അങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചതെന്ന് ചോദിക്കണേ. മനസ്സിലാവുണ്ടോ? അപ്പം അതെല്ലാം വരാനിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ എല്ലാം ഒരു മുൻ അവതരണമാണ്. ഈ 4 പേര് തളർവാദ രോഗിയെ കിടക്കയോടെ എടുത്ത് കർത്താവ് ഈശോ മിശിഹായുടെ മുന്നിൽ കൊണ്ടുവരുന്നതും അവിടേക്ക് സമീപിക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ വീടിൻ്റെ മേൽക്കുര പൊളിച്ചുകൊണ്ട് ആ കിടക്കയോടുകൂടി തളർവാദ രോഗിയെ
അവൻ്റെ അടുക്കലേക്ക് അല്ലേ അതിന്. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു വീടിൻ്റെ ആ മേൽക്കൂര പൊളിച്ച് അല്ലേ ഒരു ഓട് അല്ലേ അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ അതൊക്കെ പൊളിച്ചിട്ട് ആ കഴുക്കോലൊക്കെ അല്ലേ ഒരു കട്ടിലോട് കൂടിയൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായ എന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്തിട്ടുണ്ടാവണം, എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവണം. കണ്ടോ, ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒരു എന്താ പറയണ അതിനെ വാക്കിനെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിലായോ ഹൃദയവേദനയാണ് അതിൻ്റെ എല്ലാം ഘടകം, കേന്ദ്രബിന്ദു. അതിൻ്റെ പരിശ്രമം അല്ലെങ്കിൽ എന്താ പറയണ അതിന് ആ വാക്കിനെ എനിക്കത് ആ വാക്കിന് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എനിക്കത് കിട്ടുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അതിൻ്റെ ആ കിടപ്പ് വശം മനസ്സിലായോ? അത്രയും ഗൗരവമാർന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥനയെന്ന്. നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ അവസ്ഥയെയും ഉൾക്കൊള്ളാൻ പറ്റണം ആദ്യം. എന്നാലേ ആ വേദനയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ അതിലോട്ടൊന്നും കിടക്കാം. അപ്പം എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ എനിക്കിപ്പോൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പം അതിലോട്ടൊന്നും പോണില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വിചാരിക്കണം നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഈ സുവിശേഷ ഭാഗത്തിലേക്ക് തിരിച്ചു വരാം. തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അണ്ടോ, ഇവിടെ ശ്രദ്ധിച്ചോ. ഇവിടെ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം എന്നെ അല്ല നോക്കേണ്ടത്, ആ വചനത്തിനെ നോക്കുക. ഇപ്പം നമ്മൾ വായിക്കുകയാണ്, അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു. കണ്ടോ, അവരുടെ വിശ്വാസം. അപ്പം ഇവിടെ പ്രാർത്ഥിക്കുന്നവരുടെ ആ 4 പേരുടെ വിശ്വാസമാണ് കർത്താവ് നോക്കിയത്. ഈ തളർവാദ രോഗിയുടെ വിശ്വാസമല്ല, അവൻ്റെ വിശ്വാസം കണ്ട് എന്നല്ല ഇവിടെ എഴുതിയേക്കണത്. ആരുടെ വിശ്വാസം കണ്ട്? അവരുടെ വിശ്വാസം കണ്ട് യേശു അവനോട് പറഞ്ഞു, അല്ലെങ്കിൽ തളർവാദ രോഗിയോട് പറഞ്ഞു. കണ്ടോ, അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന നയിക്കുന്ന അവൻ്റെ അല്ലെങ്കിൽ അവരുടെ അല്ലേ, നമ്മൾ ആർക്ക് വേണ്ടിയാണോ അല്ലെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ അല്ലെ ഞാൻ ആർക്ക് വേണ്ടിയാണോ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്, എനിക്കതിൽ എത്രമാത്രം വിശ്വാസത്തോടെയാണ് ഞാനത് പ്രാർത്ഥിക്കാൻ എനിക്ക് അല്ലേ അത് അങ്ങനെ ഒരു അത്രത്തോളമുള്ള വിശ്വാസം നമുക്കുണ്ടോ? അവരുടെ ശരിക്കും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ പരാജയപ്പെടുന്നതിൻ്റെ ഒരു ഭാഗം ഒരു റീസൺ കേട്ടോ, പല ഘടകങ്ങളുണ്ട്. ഒരു റീസൺ നമ്മുടെ വിശ്വാസമില്ലായ്മയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കാം? മനസ്സിലായോ? നമ്മുടെ വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഇല്ലായ്മ അല്ല കേട്ടോ, സോറി, ഞാൻ ആ വാക്കിനെ തിരിച്ചെടുക്കുകയാണ്. വിശ്വാസമില്ലായ്മ അല്ല, വിശ്വാസ കുറവ് അല്ലേ, അങ്ങനെ അതിനൊക്കെ പറയാം. വിശ്വാസമുണ്ട് നമുക്ക്, പക്ഷേ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കില്ല. മനസ്സിലാണ്ടോ? അപ്പോൾ വിശ്വാസമില്ല എന്നുള്ള വാക്ക് ഞാൻ തിരിച്ചെടുക്കുകയാണ്. വിശ്വാസത്തിലുള്ള നമ്മുടെ കുറവ്. വിശ്വാസമുണ്ട് നമുക്ക്, വിശ്വാസമില്ലാത്തുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ മധ്യസ്ഥം വഹിക്കുന്നത്. പക്ഷെ ആ വിശ്വാസത്തിലുള്ള അതിൻ്റെ ആഴം, അതിൻ്റെ പൂർണ്ണതയിലോ അല്ലേ അതിൻ്റെ ലെവലിലോ നമുക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റാതെ പോകുന്നത്. ഇവിടെ എല്ലാം അഗസ്തീനോസ് പുണ്യവാളനെയും മോണിക്ക പുണ്യവതിയെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 33 വർഷത്തെ അവരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെ എന്താ സംഭവിച്ചതെന്നറിയോ? കത്തോലിക്ക സഭയ്ക്ക് അല്ലേ ഒരു ഏറ്റവും വലിയൊരു സഭാപിതാവിനെയാണ് ലഭിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ നിന്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, മകനെ നിന്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാലോ, ഞാൻ അതിലോട്ട് പോകണില്ല. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യവും കൂടി, ഒന്നവൻ്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടു, രണ്ടാമത്തെ കാര്യം അവൻ്റെ രോഗവും മാറി. മനസ്സിലാവുണ്ടോ? ഒന്നവൻ്റെ തളർവാദം എന്ന രോഗവും നിന്ന് അവന് സൗഖ്യം കിട്ടി അല്ലേ, ശാരീരിക സൗഖ്യവും ആത്മീയ സൗഖ്യവും.
അത് രണ്ട് കാര്യങ്ങളാണ് അല്ലേ? അവൻ്റെ പാപവും മോചിപ്പിക്കപ്പെട്ടു, അവൻ്റെ തളർവാദ രോഗവും മാറി. അപ്പോൾ ആ രണ്ട് ഭാഗങ്ങളെയും കർത്താവ് സൗഖ്യപ്പെടുത്തണേ, മനസ്സിലാവണം. അപ്പം നമുക്ക് അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല. ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല. എന്നിട്ട് പിന്നെ പറയാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഉന്നത സ്ഥാനീയരായ എല്ലാവർക്കും വേണ്ടി, പീഡകർക്ക് വേണ്ടിയും സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചിരുന്നു. ആര്? ഈ ആദിമസഭയിലെ ക്രൈസ്തവ വിശ്വാസികൾ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി എന്ന് പറയണം. അതായത് ലോകം മുഴുവനും വേണ്ടി, എല്ലാ മനുഷ്യർക്കും വേണ്ടി എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും വേണ്ടി. എന്നിട്ട് അതിനെ 3-4 കാര്യങ്ങൾ വീണ്ടും അതിൽ നിന്ന് വേർതിരിക്കുകയാണ്. 3-4 കാര്യങ്ങളായിട്ട് വീണ്ടും വേർതിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ 3-4 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, ഉന്നത സ്ഥാനീയരായ എല്ലാവർക്കും വേണ്ടി, അതായത് ഭരണാധികാരികൾ. ഇപ്പം നമ്മൾ രാഷ്ട്രത്തിൻ്റെ തലവന്മാർക്കും ഇല്ലേ, നമ്മുടെ ന്യായാധിപന്മാർക്കും ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കില്ലേ? അപ്പോൾ ഉന്നത സ്ഥാനീയരായ എല്ലാവർക്കും വേണ്ടി, മനസ്സിലാവണം. ഇതെല്ലാം വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മനസ്സിലായോ? ഉന്നത സ്ഥാനീയരായ എല്ലാവർക്കും വേണ്ടി ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താണ്? പീഡകർക്ക് വേണ്ടിയും. പീഡകർക്ക് വേണ്ടിയും. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, മനസ്സിലായോ? പീഡകർക്ക് വേണ്ടി. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും. അങ്ങനെ 3 കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. എന്താണ്? ലോകം മുഴുവനും വേണ്ടി, അല്ല എല്ലാ മനുഷ്യർക്കും വേണ്ടി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയാനാണ്, ഉന്നത സ്ഥാനീയരായ എല്ലാവർക്കും വേണ്ടി, പീഡകർക്ക് വേണ്ടി. മൂന്നാമത്തത് സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇവിടെ എന്നെ സ്പർശിച്ചത് പീഡകർക്ക് വേണ്ടിയും സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും എന്നുള്ളതാണ്. മനസ്സിലായോ? ശ്രദ്ധിക്കണേ. എന്താണ്? പീഡകർക്ക് വേണ്ടിയും സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷ. സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷ. അപ്പം നമ്മൾ പലപ്പോഴും പല സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ അല്ലേ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നിരീശ്വരവാദിയായിരുന്ന ആൾക്കാർ അല്ലേ യേശു എന്ന ദൈവത്തിലേക്ക് വന്നു അല്ലേ, വിശ്വാസത്തിലേക്ക് വന്നു. അതേപോലെ ബൈബിൾ കത്തിച്ച് കളഞ്ഞ ആൾക്കാർ അല്ലെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ പീഡകർക്ക് വേണ്ടിയും സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം, അത് നമുക്ക് അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിലോട്ട് തന്നെ നമുക്ക് പോകാം. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം. അത് നിങ്ങളെല്ലാവരും ഒന്ന് എടുത്തേ. സോറി, 12-ാം അധ്യായമല്ല, 16-ാമത്തെ അധ്യായം. 16 അല്ലല്ല, സോറി, മാറിപ്പോയി. 9-ാമത്തെ അധ്യായം കേട്ടോ, 9-ാമത്തെ അധ്യായം. ഞാൻ തെറ്റിപ്പോയി പറഞ്ഞതേ, ക്ഷമിക്കണേ. എന്തെന്നാണ് ഞാൻ പറഞ്ഞത്? അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി. 9-ാം അധ്യായം. അപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ മാറ്റർ എന്താണ്? ഇപ്പോഴത്തെ വിഷയം എന്താണ്? പീഡകർക്ക് വേണ്ടിയും സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചിരുന്നു. അഥവാ ആദിമസഭ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി കോർത്തിണങ്ങി പോകുന്ന ഒരു പുതിയ നിയമ ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ ചേർത്തിരിക്കുകയാണ്. മറ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ എന്നെ സ്പർശിച്ചതും എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഉടക്കിയതുമായ ഒരു ഭാഗമാണ് പീഡകർക്ക് വേണ്ടിയും സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും ആദിമസഭ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എന്നെ സ്പർശിച്ച ഒരു ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗം, അത് സാവൂളിൻ്റെ മാനസാന്തരവും സാവൂളിൻ്റെ സ്നാനവുമാണ്. അതാണ് 9-ാം അധ്യായത്തിൽ പറയണത്. ഞാനപ്പോൾ അതൊന്ന് വായിക്കാൻ പോണേണ്. നിങ്ങളതിൽ ആ ബൈബിളിൽ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വായിച്ച് വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം?
പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും വിശ്വാസം അല്ലേ എന്താണ് സുവിശേഷം അതായത് സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും സഭ പ്രാർത്ഥിച്ചിരുന്നു. ആദിമസഭ പ്രാർത്ഥിച്ചിരുന്നു. അതാണ് വിഷയം നമ്മുടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ വചനഭാഗം അല്ലെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന് ഞാനൊന്ന് നോക്കാം. അപ്പോൾ ഞാനത് വായിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം. സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യർക്കെതിരെ ഭീഷണിയും വധവും നിശ്വസിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഈ പഠന ബൈബിളിൽ നിന്നാണ് വായിക്കണേ. അപ്പോൾ പഠന ബൈബിൾ ഉള്ളവർ പഠന ബൈബിൾ തന്നെ എടുക്കുക. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് മാർഗം സ്വീകരിച്ച, ഈ മാർഗം എന്നൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മറ്റു മാർഗത്തിൻ അല്ലേ നമ്മൾ അല്ലേ ഞാനിപ്പോൾ റെക്കോർഡിങ് അല്ലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നമ്മളതിനെ എടുത്ത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. മാർഗം എന്ന് പറഞ്ഞാൽ വഴി, പാത, അതാണ്. അതിൻ്റെ ഫുട് നോട്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ പഠന ബൈബിളിൻ്റെ ഫുട് നോട്ടിൽ അതൊക്കെ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം മാർഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കരുത്. മനസ്സിലായോ? അപ്പോൾ മനസ്സിലായോ? അപ്പം മാർഗം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, പാത, വഴി എന്നുള്ളതാണ്. മനസ്സിലായോ? മാർഗം സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ മാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള കത്തുകൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു തേജസ് അവൻ്റെ മേൽ പ്രകാശിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? കണ്ടോ? പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് യേശുക്രിസ്തു തന്നെയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പസ്തോലന്മാരും ഇപ്പോൾ സ്തഫാനോസ് പ്രാർത്ഥിച്ചു അല്ലേ, തന്നെ കല്ലെറിഞ്ഞ് അല്ലേ കൊണ്ടിരുന്നവരോട്, പിതാവേ ഇവരോട് ക്ഷമിക്കണം, ഇവരുടെ പ്രവൃത്തി ഇവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവും പ്രാർത്ഥിച്ചു. അപ്പോൾ സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, പ്രഭോ നീ ആരാണ്? അപ്പോൾ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നോട് പറയപ്പെടും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ മിണ്ടാനാകാതെ നിന്നുപോയി. സാവൂൾ നിലത്തുനിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കണ്ടില്ല. അവർ അവനെ കൈപിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതിൻ്റെ ഫുട് നോട്ടിലൊക്കെ എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഭാഗം എഴുതിയേക്കുന്നത് എന്താണ്? പൗലോസ് സാവൂള് എന്തിനാണ് ദമാസ്കസിലേക്ക് വന്നത്? ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ട് പോകാൻ അല്ലേ? ക്രിസ്തു ശിഷ്യന്മാരെ പിടിച്ചുകൊണ്ടുപോയി വധിക്കാനാണ് വന്നത്. ഇപ്പോൾ ആ ക്രിസ്ത്യാനികളായവർ ഇവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. മനസ്സിലായോ? ആ ക്രിസ്ത്യാനികളായവർ ഇവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. മനസ്സിലായി? അതാണ്. അവർ അവനെ കൈപിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം അവന് കാഴ്ചയില്ലായിരുന്നു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഇനി അടുത്ത ഭാഗം ഞാൻ വായിക്കുന്നതാണ്, സാവൂളിൻ്റെ സ്നാനം. അനനിയാസ് എന്ന് പേരുള്ള ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനനിയാസ്. അവൻ പറഞ്ഞു, കർത്താവേ ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് റജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരാൾ വന്ന് തനിക്ക് വീണ്ടും കാഴ്ചയുണ്ടാകാൻ കൈകൾ വയ്ക്കുന്നതായി അവന് ദർശനമുണ്ടായി. അനനിയാസ് പറഞ്ഞു, കർത്താവെ, നിന്റെ വിശുദ്ധർക്കെതിരായി ജെറുസലേമിൽ എത്രയോ തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഈ മനുഷ്യനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ടോ? പീഡകർക്ക് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അന്നത്തെ ആദിമസഭയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ വിശ്വാസികൾ ഉറപ്പായിട്ടും ഈ സാവൂൾ എന്ന് പറഞ്ഞ ഈ യുവാവിന് വേണ്ടിയും പ്രാർത്ഥിച്ചിരിക്കില്ലേ? മനസ്സിലാവുണ്ടോ?
ശരിക്കും അന്നത്തെ ആ വിശ്വാസികൾ മുഴുവനും ഇവനെയും പേടിച്ചാണ് ഇരുന്നിരുന്നത് അല്ലേ? ഇവനെ അല്ലേ സാവൂൾ എന്ന് പറഞ്ഞ ഈ റോമാക്കാരനെ അല്ലെങ്കിൽ യഹൂദനെയും പേടിച്ച് ആണ്. കാരണം ഇവനാണ് ഇങ്ങനത്തെ ക്രിസ്തു മാർഗം സ്വീകരിച്ചവരെ തപ്പിപ്പിടിച്ച് അറസ്റ്റ് ചെയ്ത് അല്ലേ നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത്. അപ്പം ഇവനെ പേടിച്ചിരുന്ന അല്ലേ, പേടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലും ഇവരെന്ത് ചെയ്തിരുന്നു? സഭ എന്ത് ചെയ്തിരുന്നു? സഭ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അനന്യാസ് പറയാനാണ്, കർത്താവിനോട് പറയാനാണ്. എന്തെന്നാണ് പറയണത്? ഇവൻ ഈ നമ്മുടെ എല്ലാ ശിഷ്യന്മാരെയും നമ്മുടെ വിശ്വാസി സമൂഹത്തെ മുഴുവനും ഇവൻ പീഡിപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും അല്ലേ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇവനെയാണോ രക്ഷിക്കാൻ കർത്താവ് പറയണേ എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കൈകളിക്കുന്നത്. അനന്യാസ് പറഞ്ഞു, കർത്താവ് നിന്റെ വിശുദ്ധർക്കെതിരായി ജെറുസലേമിൽ എത്രയോ തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഈ മനുഷ്യനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥനാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവന് കിട്ടിയിരിക്കുന്നു. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ അവന് അതിനുള്ള അധികാരമുണ്ട്, ഔദ്യോഗികമായിട്ട് നിയമപരമായിട്ട്. മനസ്സിലായോ? ആ അധികാരം മേടിച്ചുകൊണ്ടാണ് അവൻ വന്നിരിക്കണേ. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയാണ് സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണേന്ന് മനസ്സിലാക്കണം. അപ്പം അനന്യാസനോട് കർത്താവ് പറയാണ്, നീ പോവുക, ജനതകളുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഉപകരണമാണവൻ. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇനിയാണ് എന്നെ ഏറ്റവും അധികം സ്പർശിച്ച. ഞാൻ ശരിക്കും പറയട്ടെ, ഇത് 25 വർഷം മുമ്പ് എന്നെ സ്പർശിച്ചതാണ് ഈ പൗലോസ് അപ്പസ്തോലൻ എന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ സാവൂൾ എന്ന് പറഞ്ഞ വ്യക്തി. പക്ഷേ ഇപ്പോൾ വായിക്കാൻ പോകുന്ന വചനഭാഗം, ഇനി വായിക്കാൻ പോകുന്ന വചനഭാഗം അത് മിനിയാന്നാണ് സ്പർശിച്ചത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? 25 വർഷം മുമ്പാണ് 26 വർഷം മുമ്പാണ് ഞാൻ ഈ ബൈബിൾ ഭാഗം വായിക്കണതും എന്നെ സ്പർശിച്ചതും. പക്ഷേ ഇനി വായിക്കാൻ പോകും, ഞാനിപ്പോൾ നിർത്തി ഒരു സ്ഥലത്ത്, ആ നിർത്തിയിട്ട് ഇനി തുടങ്ങാൻ പോണ ആ ഒരു വചനം അതെന്നെ സ്പർശിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. എന്തെന്നാണത്? ഞാൻ നിർത്തിയത് അവിടെ നിന്നാണ് അല്ലേ? ഞാൻ നിർത്തിയത് അവിടെയാണ്. കൈകൾ വെച്ചു അവൻ്റെ മേൽ കൈകൾ, അനന്യാസ് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു. എന്തു പറഞ്ഞു? സഹോദരനായ സാവൂൾ. മനസ്സിലായോ? എന്താണ് സഹോദരനായ സാവൂൾ? ഈ അനന്യാസാണ് ഇത്തിരി മുമ്പ് കർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ ആൾക്കാരാ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് ഇവനെപ്പറ്റി ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആളാണ് അവൻ്റെ കാര്യത്തിൽ ഇടപെടണോ? അവനെ വിട്ടൂടെ എന്നുള്ളൊരു അർത്ഥമാണ് അനന്യാസ് കർത്താവിനോട് ചോദിക്കണത്. ഇതാണ് ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല എന്ന് പറയണത്. മനസ്സിലായ? ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല. പീഡകർക്ക് വേണ്ടിയും സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയണതിൻ്റെ എല്ലാം കൂടി കോർത്തിണങ്ങി വരുന്നൊരു ഭാഗമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല. മനസ്സിലായി? ഇവിടെ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് 26 വർഷം അല്ലെങ്കിൽ 26ഓളം വർഷം മുമ്പ് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ പൗലോസ് അപ്പസ്തോലനോട് ഈ കർത്താവ് പറയുന്നുണ്ട്, നീ പോവുക, അങ്ങ് ദൂരെ വിജാതിയരുടെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കും എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആ വചനഭാഗത്തിൻ്റെ അവിടെ എൻ്റെ പഴയ ബൈബിൾ 25 വർഷം മുമ്പ് ഞാൻ മേടിച്ച ബൈബിളുണ്ട് എൻ്റെ കയ്യിൽ. അതിവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ വിളി എന്നും പറഞ്ഞുകൊണ്ട്. എന്തെന്ന് എഴുതി വെച്ച്? 25 വർഷം മുമ്പ് ഞാൻ എന്ത് എഴുതി വെച്ചു? അത് ഞാനിപ്പോൾ എടുത്ത് കാണിക്കണില്ല. ആ ബൈബിളിൽ ഇന്നും ഉണ്ട്. അത് എന്തെന്ന് റെഡ് ജെല്ലിൻ്റെ പേന വെച്ച് ഞാൻ എഴുതി, എൻ്റെ വിളി എന്ന്. പൗലോസ് അപ്പസ്തോലനോട് കർത്താവ് പറയാണ്, നീ പോവുക, അങ്ങ് ദൂരെ വിജാതിയരുടെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കും. പിന്നെ വചനഭാഗമുണ്ട് അവിടെ.
അപ്പോൾ അവിടെ ഞാൻ എന്തെഴുതി? എൻ്റെ വിളി. കാരണം എനിക്ക് എപ്പോഴും കിട്ടിയിരുന്ന ഒരു വചനഭാഗം, മിക്കപ്പോഴും ഞാൻ ബൈബിള് എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ടോ അതിൽ ഒരു 99% എനിക്ക് കിട്ടുന്ന വചനഭാഗം എന്താണ്? ഈ പൗലോസ് അപ്പസ്തോലൻ്റെ ഈ കർത്താവ് പറയുന്ന ഈ വചനഭാഗം. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ എഴുതി, എൻ്റെ വിളി എന്ന് ഞാൻ അവിടെ എഴുതി വെച്ചു. ഇതിവിടെ ഇരിപ്പുണ്ട് ആ ബൈബിൾ. ഞാനിപ്പോൾ അത് എടുക്കണില്ല, അതിൻ്റെ പൊക്കത്ത് കുറേ വേറെ പുസ്തകങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല. അത് 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മേടിച്ചതാണ് ആ ബൈബിൾ. എൻ്റെ വിളി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എഴുതി വെച്ചു. അതുപോലെ തന്നെ സംഭവിക്കണം ഇപ്പോൾ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? സഹോദരനായ സാവൂൾ എന്ന് അനനിയാസ് വിളിക്കുകയാണിപ്പോൾ. ആരെയാണ് വിളിക്കണേ? സഭ മുഴുവനെയും പീഡിപ്പിക്കുന്ന ഒരാളെയാണ് എന്ത് വിളിക്കുന്നത്? സഹോദരനായ സാവൂളെ. ഉണ്ടോ? ഇത് നമ്മളെ സ്പർശിക്കുന്നുണ്ടോ? സ്പർശിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവസ്നേഹത്തിലല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തോ ദൈവസ്നേഹത്തിൽ എന്തോ ഒരു കുറവുണ്ട് എന്നർത്ഥം. എന്നെ ശരിക്കും അപ്പം എങ്ങനെ ഞാൻ ആലോചിക്കണം, അനനിയാസിനെ എങ്ങനെ അവനെ സഹോദരനായ സാവൂൾ എന്ന് വിളിക്കാൻ സാധിച്ചു? അതൊന്ന് നിങ്ങൾ നോക്ക്, ആ വചനം നോക്കിയേ, കണ്ടോ? സഹോദരനായ സാവൂൾ ഉണ്ടോ? അതെന്നെ ശരിക്കും അങ്ങോട്ട് സ്പർശിച്ചു, മനസ്സിലായി? പിന്നെ നമുക്കാണെങ്കിൽ വിളിക്കാൻ പറ്റുമോ? നമുക്ക് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ഓർമ്മ വരണത്, ഇതൊന്നും ഞാൻ ആലോചിച്ച് വെച്ചിട്ട് പറഞ്ഞല്ലോ, ഇപ്പോൾ ഓർമ്മ വന്നത് ഗെത്സമനയിൽ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി അല്ലേ, ആ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഒറ്റിക്കൊടുക്കപ്പെടൽ യൂദാസിനാൽ. അപ്പോൾ യൂദാസ് വന്നിട്ട് ഒരു ചുംബനം നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനു മുമ്പ് ഈശോ ചോദിക്കുന്നുണ്ട്, സഹോദര നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അല്ലേ. അത് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ അങ്ങനെ എഴുതിയിട്ടുള്ളൂ, മനസ്സിലായോ? അതിൻ്റെ വ്യക്തത കിട്ടണമെങ്കിൽ അവിടെ പോയി ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ വായിക്കണ്ട, ഞാൻ ആ ഒരു പോർഷൻ ഇങ്ങനെ കണക്ട് ചെയ്തതാണ്, മനസ്സിലായോ? ഇല്ല സഹോദര എന്നല്ല, സോറി, സ്നേഹിത കേട്ടോ, സ്നേഹിത നീ എന്തന്വേഷിക്കുന്നു അല്ലേ? എന്താ ഒറ്റ കൊടുക്കാൻ വന്നേക്കണ ഒരാളെയാണ് യേശു വിളിക്കുന്നത് സ്നേഹിത, മനസ്സിലാവുണ്ടോ? അതിൻ്റെ മറ്റൊരു വേർഷനല്ലേ ഇവിടെ, അതിൻ്റെ ഒരു വേർഷനല്ലേ ഇവിടെ അനനിയാസ് വന്നിട്ട് സാവൂളിനെ വിളിക്കണത് സഹോദരനായ സാവൂൾ എന്ന്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായി? നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെയാണ്. നമ്മളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി നമ്മളെടുത്ത് അനീതി കാണിച്ചവർക്ക് നമുക്ക് വിളിക്കാൻ പറ്റുമോ? സഹോദരനായ ആളുടെ പേര് കൂട്ടി നമുക്ക് വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്നേഹിതേ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുമോ? അവിടെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കഴമ്പ് പുറത്താക്കപ്പെടുന്നത്. അപ്പം ഇതെന്നെ ഏറ്റവും അധികം സ്പർശിച്ചു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് അനനിയാസ് പറഞ്ഞു, സഹോദരനായ സാവൂൾ, നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ചയുണ്ടാകാനും പരിശുദ്ധാത്മാവാൽ നിറയാനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടനെ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പൽ പോലുള്ള എന്തോ വീണു. അവന് വീണ്ടും കാഴ്ചയുണ്ടായി. അവൻ എഴുന്നേറ്റ് സ്നാനം സ്വീകരിച്ചു. അവൻ ഭക്ഷണം കഴിച്ച് ശക്തിപ്പെട്ടു. കുറേ നാൾ ദമാസ്കസിലെ ശിഷ്യരോടൊത്ത് താമസിച്ചു. ഞാനിപ്പോൾ ഇത് എന്തിനാ വായിച്ചെന്നറിയോ നിങ്ങൾക്ക്? ഈ 9-ാം അധ്യായം അപ്പസ്തോല പ്രവർത്തനം. ഇത്രയേ ഉള്ളൂ. പീഡകർക്ക് വേണ്ടിയും സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും സഭ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയിൽ ഈ സാവൂളുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഈ സാവൂളുണ്ടായിരുന്നത് കൊണ്ടാണ് ആ സാവൂളിന് പൗലോസ് ആകാൻ പറ്റിയത്, പൗലോസ് അപ്പസ്തോലനാകാൻ പറ്റിയത്. മനസ്സിലായോ? അതാണ് ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയോ നിങ്ങൾക്ക്? ക്ലാരിറ്റി കിട്ടിയോ?
ഞാൻ ഒന്നും കൂടി ആ 2636 ഖണ്ഡിക ഒന്നും കൂടി വായിക്കട്ടെ. ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഈ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു. കണ്ടോ, ഈ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു. അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നല്ല അവിടെ എഴുതിയേക്കണത്. ഈ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചിരുന്നു എന്നുമല്ല എഴുതിയിരിക്കുന്നത്, അനുഭവിച്ചിരുന്നു. ആ വേടിനെ ശരിക്കും ശ്രദ്ധിക്കണം, മനസ്സിലാവുണ്ടോ? അവിടെ ആ കൂട്ടായ്മയിൽ അവർ ആഴത്തിൽ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയുള്ള മറ്റു വാക്കുകളൊന്നുമല്ല, ഒരു വാക്ക്, ഇങ്ങനൊരു വാക്ക് എഴുതേണ്ട, അനുഭവിച്ചിരുന്നു, ആഴത്തിൽ അനുഭവിച്ചിരുന്നു. കാരണം എന്താണ്? ആദിമസഭയിൽ വലിയ പീഡനങ്ങളാണ് ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ആ പീഡനങ്ങളെല്ലാം ആദിമ ക്രൈസ്തവ സമൂഹം നേരിട്ടത് എങ്ങനെയാണ്? പ്ലക്കാർഡുകളും പിടിച്ചുകൊണ്ടാണോ? ബാനറുകൾ നിരത്തിക്കൊണ്ട് വഞ്ചി സ്ക്വയറിൽ വന്ന് പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടാണോ? എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ആദിമ ക്രൈസ്തവ സമൂഹം മതപീഡനങ്ങളെ പ്രാർത്ഥനയിലൂടെയായിരുന്നു നേരിട്ടത്. കണ്ടോ, അതിപ്പോൾ കാണാനില്ല. ആ ഒരു സവിശേഷത ഇപ്പോൾ കാണാനില്ല. എവിടെയെങ്കിലും കാണാൻ പറ്റണുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എവിടെയെങ്കിലും കാണാൻ പറ്റണുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എവിടെയും ഇല്ല എന്നല്ല അർത്ഥം, ഉണ്ട്, അതൊക്കെ ഉണ്ട്. മനസ്സിലായോ? പക്ഷെ വളരെ വിരളമായ ഒരു അവസ്ഥയിലേക്ക് അത് ചുരുങ്ങി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ അതിനെ കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു മാതൃക ഉണ്ടാക്കാൻ പറ്റുമോ? ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഈ കൂട്ടായ്മ ആഴത്തിൽ അനുഭവിച്ചിരുന്നു. പൗലോസ് അപ്പസ്തോലൻ സുവിശേഷം പ്രസംഗിക്കുക എന്ന തൻ്റെ ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ അവരെയും പങ്കാളികളാക്കി. അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്തു. ക്രൈസ്തവരുടെ മാധ്യസ്ഥത്തിന് അതിരുകളില്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടി. കണ്ടോ, അതാണ് അതിരുകളില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ ലോകം മുഴുവനും വേണ്ടി സഭ തന്നെയും തൻ്റെ ആരാധനക്രമത്തിൽ വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഉന്നത സ്ഥാനീയരായവർക്ക് വേണ്ടി, പീഡകർക്ക് വേണ്ടി, സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ സൈഡ് ഖണ്ഡിക കണ്ടു, 1900 എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഇടതുവശത്ത് തന്നെ എഴുതിയിരിക്കുന്നുണ്ട്. ഈ 2636 ഖണ്ഡികയിലെ സൈഡിൽ തന്നെ ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 1900 എന്ന് എഴുതിയിട്ടുണ്ട്. 1900, 1037. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. 1900 എന്ന് പറഞ്ഞ ആ ഖണ്ഡിക ഒന്ന് എടുത്തേ. നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് എടുക്കാൻ അല്ലേ, ആ നമ്പർ ഇങ്ങനെ നോക്കിപ്പോയാൽ മതി കേട്ടോ. 1900 കിട്ടിയോ? ഇവിടെ പേജ് നമ്പർ എൻ്റെ ഇത് പഴയ പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേജ് നമ്പർ പറഞ്ഞ പുതിയതും ന്യൂ എഡിഷനും പഴയ എഡിഷനും തമ്മിൽ പേജ് നമ്പറിന് വ്യത്യാസം വരും. ഒരു നമ്പറോ 2 നമ്പറൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതാണ് പേജ് നമ്പർ പറഞ്ഞാലും അത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് വ്യക്തത അല്ലെങ്കിൽ അത് മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പേജ് നമ്പർ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ CCC ഏകദേശം ഒരു 10-20 വർഷത്തെ പഴക്കം ഉണ്ടാവും. 15 വർഷത്തെ കുറഞ്ഞത് പഴക്കമുണ്ട്, അതിൽ കൂടിയാലേ ഉള്ളൂ. അപ്പം ഞാൻ 1900 ഒന്ന് വായിക്കട്ടെ. അനുസരിക്കുവാനുള്ള ചുമതല എല്ലാവരെയും അധികാരത്തിന് അർഹമായ ആദരവ് നൽകാൻ കടപ്പെടുത്തുന്നു. അപ്പോൾ ഇത് സാമൂഹ്യ ജീവിതത്തിലെ പങ്കാളിത്തം, ഉന്നത സ്ഥാനീയർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന ഭാഗങ്ങളുടെയൊക്കെ എല്ലാം ആ ഭാഗത്താണ് ഈ ഖണ്ഡിക വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഉന്നത സ്ഥാനീയർക്ക് വേണ്ടിയുള്ള, ഇപ്പം അല്ലേ രാജാക്കന്മാർക്ക് വേണ്ടി അല്ലേ, പണ്ടൊക്കെ രാജാക്കന്മാരല്ലേ അവിടെ അന്ന് പ്രാർത്ഥിച്ചിരുന്നു അല്ലേ, രാജാക്കന്മാർക്ക് വേണ്ടി, പിന്നെ ഉന്നത സ്ഥാനീയരായ അല്ലേ, ഇപ്പം നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളും അല്ലേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലേ, തലവന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തലവൻ അല്ലേ, രാഷ്ട്രീയ തലവന്മാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നൽകപ്പെടും. അതുപോലെ അധികാര നിർവഹണം നടത്തുന്നവരെ ബഹുമാനത്തോടും അവർ അർഹിക്കും വിധത്തിൽ കൃതജ്ഞയോടും സന്മനസ്സോടും കൂടി പരിഗണിക്കണം. എന്നിട്ട് പിന്നെ ഒരു കോട്ട എഴുതിയിരിക്കുകയാണ്. അത് ആരാണെന്നുള്ളത് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാവും ആരുടെ കോട്ടാണെന്നുള്ളത്. രാഷ്ട്രീയ അധികാരികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും പുരാതന രൂപം കണ്ടു, ഏറ്റവും പഴയ രൂപം റോമിലെ വിശുദ്ധ ക്ലെമന്റ് മാർപ്പാപ്പ നൽകുന്നുണ്ട്.
റോമിലെ വിശുദ്ധ ക്ലെമന്റ് മാർപ്പാപ്പയുടെ അല്ലേ ഒരു കോട്ടാണിത്. കർത്താവെ, അവർക്ക് ആരോഗ്യവും സമാധാനവും ഐക്യവും സ്ഥിരതയും നൽകണമേ. ആർക്കാണ്? ഈ രാഷ്ട്രീയ അധികാരികൾക്കും ഉന്നത സ്ഥാനീയർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ ഒരു പുരാതന രൂപമാണിത്. കർത്താവെ, അവർക്ക് ആരോഗ്യവും സമാധാനവും ഐക്യവും സ്ഥിരതയും നൽകണമേ. നീ അവർക്ക് നൽകിയിരിക്കുന്ന അധികാരം, ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ശ്രദ്ധിക്കണേ, നീ അവർക്ക് നൽകിയിരിക്കുന്ന അധികാരം കുറ്റം കൂടാതെ വിനിയോഗിക്കാൻ അങ്ങനെ അവർക്കിടയാകട്ടെ. അപ്പോൾ നമ്മൾ അതിനോട്ടൊന്നും കടക്കണില്ല, നമുക്കറിയാലോ. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ തന്നെയുള്ള നമ്മുടെ അവസ്ഥകളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ എങ്ങനെ ദൈവിക ജ്ഞാനത്തിലൂടെ എങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന പദവി, അത് രാഷ്ട്രീയ അധികാരമാവാം അല്ലേ, എന്ത് തരത്തിലുള്ള അധികാരമായാലും അത് ദൈവിക ജ്ഞാനത്തിലൂടെ ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത്, നീ അവർക്ക് നൽകിയിരിക്കുന്ന അധികാരം കുറ്റം കൂടാതെ വിനിയോഗിക്കാൻ അങ്ങനെ അവർക്കിടയാകട്ടെ. നാഥ, യുഗങ്ങളുടെ സ്വർഗീയ രാജാവേ, ഭൂമിയിലെ സകലത്തിന്മേലുമുള്ള അധികാരവും മഹത്വവും ബഹുമാനവും നീ മനുഷ്യ മക്കൾക്ക് നൽകുന്നു. നാഥ, അവരുടെ പര്യാലോചനകളെ നിന്റെ ദൃഷ്ടിയിൽ ഹിതകരവും സ്വീകാര്യവുമായി തീരത്തക്ക വിധം നീ നയിക്കണമേ. അങ്ങനെ നീ അവർക്ക് നൽകിയ അധികാരം സമാധാനത്തിലും സൗമ്യതയിലും ആദരവോടെ വിനിയോഗിക്കാൻ അവർക്കിടയാവുകയും നിന്റെ തിരുമുൻപിൽ അവർ സംപ്രീതരാവുകയും ചെയ്യട്ടെ. അപ്പം ഇതാ ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി എന്നുള്ള ഒറ്റ വാക്കിനെയാണ്, അതിനു വേണ്ടിയിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഈ 1900. പിന്നെ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? 1037. അപ്പം ഇവിടെ നരകത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗമാണ്. നരകം, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, ആ ഭാഗത്തിൻ്റെ ഒരു പോർഷനിലാണ് ഈ ഗണ്ണിക നിൽക്കണേ. 1037. അപ്പം ഇവിടെ എല്ലാം ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഭാഗത്തെയാണ് കേട്ടോ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഭാഗത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനത് വായിക്കട്ടെ ഒന്നും കൂടി എന്നല്ല, 1037 ആദ്യമായിട്ട് വായിക്കാൻ പോണെയാണ്. മറ്റേത് 1900 വായിച്ചു കഴിഞ്ഞു. 1037. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ള ഒരു പിൻതിരിയലും ബ്രാക്കറ്റിലിട്ട് മാരകപാപം അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും അത്യാവശ്യമാണ്. ആരും നശിക്കാതിരിക്കും. ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വലിയ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ അടിയിലേക്ക് വരുമ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗവുമായിട്ട് കണക്ഷൻ വരുന്നത്. അതിൻ്റെ അടിയിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ വരണേ. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരുവാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും അപേക്ഷിക്കുന്നുണ്ട്. അതായത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇവിടെ പറയണമല്ല. സഭ വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെയും സഭ വിശ്വാസികൾ അനുദിനവും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? അല്ലേ, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഗം. മനസ്സിലായോ? നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞത് അല്ലെ ഈ ഭൂമിയിലെ കാര്യം. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിലും ഒക്കെ മറികടന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ക്രൈസ്തവരുടെ മധ്യസ്ഥത്തിന് അതിരുകളില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് എന്താണ് ദൈവത്തിൻ്റെ കാരുണ്യ സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളെ അനുദിന പ്രാർത്ഥനകളിൽ അപേക്ഷിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോട്ട് കൊടുത്തിരിക്കുകയാണ്. പിതാവേ, അങ്ങയുടെ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ. അങ്ങയുടെ സമാധാനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകണമേ. നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അല്ലേ, നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് തിരഞ്ഞെടുത്ത അജഗണത്തിൽ ഞങ്ങളെ എണ്ണുകയും ചെയ്യണമേ. 620. അതായത് റോമൻ മിസലി, ലത്തീൻ ആരാധനക്രമത്തിൻ്റെ യൂക്രിസ്റ്റ് പ്രയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റോമൻ കാനൺ, റോമൻ നിയമസംഹിതയിലെ ലത്തീൻ നിയമസംഹിതയിലൊക്കെയുള്ള കോട്ടാണ് ഇവിടെ എഴുതി. ഇപ്പം ഞാനിനി അതൊന്നും എടുത്ത് വായിക്കണില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. റോമൻ മിസല് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾ
ഇതിലുള്ള എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ലത്തീൻ ആരാധനക്രമത്തിൽ ദൈവാലയത്തിൽ ബലിപീഠത്തിൽ വൈദികൻ ഉപയോഗിക്കുന്ന ആ മിസൽ, ഇപ്പം നിങ്ങളുടെ പള്ളി സീറോ മലബാർ റീത്തിൽ ഉപയോഗിക്കുന്ന തക്സ എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതിനെ തക്സ എന്ന് പറയില്ല, മിസൽ എന്ന് പറയും, റോമൻ മിസൽ. അതായത് ആരാധനക്രമ പുസ്തകം പുരോഹിതന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു പ്രാർത്ഥനയാണ് 620. എന്തെന്നാണ്? പിതാവേ അങ്ങയുടെ കുടുംബം മുഴുവൻ്റെ, അതായത് യൂക്രിസ്റ്റിക് പ്രയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലാകണ്ടോ? അതാണ് EPI എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് യൂക്രിസ്റ്റിക് പ്രയറാണ്. മനസ്സിലായി? അപ്പോൾ അതിലുള്ള പ്രാർത്ഥനാ ഭാഗമാണ് എന്ത്? പിതാവേ അങ്ങയുടെ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ, അങ്ങയുടെ സമാധാനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകണമേ, നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അതായത് നരകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. മനസ്സിലായേ? അപ്പോൾ നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങ് തിരഞ്ഞെടുത്ത അജഗണത്തിൽ ഞങ്ങളെ എണ്ണുകയും ചെയ്യണമേ. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ? ഈ 2636 ഖണ്ഡികയുടെ ആ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയുള്ള നമ്മുടെ അല്ലെങ്കിൽ സഭയുടെ വീക്ഷണവും സഭ നമ്മളെ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കണമെന്നൊക്കെയുള്ളതിൻ്റെ ആ ഒരു രീതിയും ഒക്കെ മനസ്സിലായോ? ഞാൻ ആദ്യം ഈ ഖണ്ഡിക ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത് വായിച്ചപ്പോഴേ ഇത് എങ്ങനെ പറയും, ഇതെന്താ പറയാനൊന്നും കിട്ടണില്ലല്ലോ, ഇതെങ്ങനെയാണ് പറയണേന്നൊക്കെയുള്ള ആലോചനയിലായിരുന്നു. 2 ദിവസം മുമ്പാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള ആ ഒരു രീതി എനിക്ക് കർത്താവ് തരുന്നത്. ഇതെങ്ങനെ പറയും, ഇതിലെന്താ പറയാനുള്ളതെന്നൊക്കെയുള്ള ഞാൻ ആലോചിക്കണേ. ഇത് വായിച്ചിട്ടൊന്നും എനിക്ക് മനസ്സിലാവണില്ല ഇത് വായിച്ചിട്ട്. അപ്പം അങ്ങനെയാണ് ഏറ്റവും അവസാനം പീഡകർക്ക് വേണ്ടിയും സുവിശേഷം നിരസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ വരികയാണ്. പൗലോസ് എന്ന് പറഞ്ഞ സാവൂൾ എന്ന് പറഞ്ഞ ആളെയാണ് എനിക്ക് ഓർമ്മ പറഞ്ഞത്. അപ്പോഴാണ് പിന്നെ അതിൻ്റെ പൊക്കത്തേക്ക് എനിക്ക് മനസ്സിലായി തുടങ്ങി, ഓ അതിങ്ങനെയൊക്കെയാണല്ലേ, ഇങ്ങനെ പറയാല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്.